السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരിക്കൽ കൂടി പരിശുദ്ധവും പരിപാവനവും നിറഞ്ഞ റമളാൻ നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിലൂടെ ലോകത്ത് വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആനിൽ ആ 12 മാസങ്ങളുടെ പേര് സൂചിപ്പിച്ചിട്ടില്ല. പക്ഷേ റമളാനിൻ്റെ മാസത്തിൻ്റെ പേര് അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമളാൻ മാസം, ഷഹ്റു റമളാൻ, പരിശുദ്ധമായ റമളാൻ, ആ റമളാൻ മാസമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ ഇറക്കുന്നതിന് വേണ്ടി അള്ളാഹു തആല തിരഞ്ഞെടുത്തത്. 12 മാസത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരിചയപ്പെടുത്തി. ആ 12 മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത് റമളാൻ മാസത്തെ പ്രത്യേകമായ ഖുർആനിൽ അതിനെ പ്രതിപാദിച്ചുകൊണ്ടാണ്. അത് അവൻ്റെ കലാമായ ദിവ്യ സന്ദേശങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പവിത്രമായി പരിശുദ്ധമായ റമളാൻ മാസം. ഈ റമളാൻ മാസം കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മതയാണ്. സൂക്ഷ്മത എന്ന് പറയുമ്പോൾ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂക്ഷ്മത എന്ന് പറയുമ്പോൾ ഈ 11 മാസക്കാലങ്ങളിലും നമ്മൾക്ക് അള്ളാഹു ഹലാലാക്കിയത്, അനുവദനീയമാക്കിയത് ഒരു 10-12 മണിക്കൂർ സമയങ്ങളോളം നമ്മൾ അത് സൂക്ഷിക്കുക, അത് ഒഴിവാക്കാനാണ് അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്. ഉദാഹരണത്തിന്, നമ്മൾ ഹലാലായ ഭക്ഷണം, നമുക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ നമുക്ക് ഹലാലാണ്. പക്ഷേ ഈ 12 മണിക്കൂർ സമയം, രാവിലെ സഹർ കഴിക്കുന്നത് മുതൽ മഗ്രിബിൻ്റെ സമയം വരെ ആ ഹലാലായ ഭക്ഷണം നമുക്ക് ഹറാമാണ്. അതിൽ നമുക്കൊരു പാഠം എന്താണ്? റമളാന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹറാമായ, അനുവദിക്കപ്പെടാത്ത ഭക്ഷണമോ പാനീയമോ നമ്മുടെ ആമാശയത്തിൽ ചെല്ലാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതേപോലെ അനുവദനീയമാക്കപ്പെട്ട ഭാര്യ, ഹലാലായ ഭാര്യ നമുക്ക് ഏത് സമയത്തും നമുക്ക് ഹലാലാണ്. പക്ഷേ ഒരു നോമ്പുകാരൻ അവൻ നോമ്പ് പിടിക്കുമ്പോൾ അവൻ്റെ പകൽ സമയങ്ങളിൽ, നോമ്പുള്ള സമയത്ത് തൻ്റെ ഹലാലായ ഭാര്യയെപ്പോലും അവന് ശാരീരിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടെന്താണ് നമുക്ക് പാഠം? റമളാന് ശേഷം ഹറാമായ ഒരു ബന്ധങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കലാണ് അതിലൂടെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പല മേഖലകളിലും, സമസ്ത മണ്ഡലങ്ങളിലും സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ് പരിശുദ്ധമായ റമളാൻ കൊണ്ടുള്ള ഉദ്ദേശം.